ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് തുടക്കത്തിൽ തന്നെ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് സ്വർണ്ണവിലയാണ്. ഇന്നലത്തെ സ്വർണ്ണവില കുതിച്ച് കയറിയത് നിങ്ങളെല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 17,885 രൂപയാണ്. ഇന്നലെ 16,708 രൂപയായിരുന്നു. 1,177 രൂപയാണ് ഒരു ദിവസം കൊണ്ട് വർദ്ധിച്ചത്. 1 പവൻ സ്വർണത്തിൻ്റെ വില 9,416 രൂപ വർദ്ധിച്ച് 1,33,644 രൂപയായിരുന്നു. അത് ഇന്ന് 1,43,080 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് ഇനി സ്വർണം കിട്ടാക്കനിയായിട്ട് മാറുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സമയത്ത് ആരും തന്നെ ചാടിക്കയറി ഇപ്പോൾ സ്വർണം വാങ്ങിക്കാൻ നിൽക്കണ്ട. കാരണം ഇതിനകത്ത് ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഗെയിം നടക്കുന്നുണ്ട്. അമേരിക്കയുടെ ഗെയിം പ്ലേ ഉണ്ട് ഇതിൻ്റെ പുറകിൽ. ഈ ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഏതാണ്ട് 55,000-60,000 രൂപയിലിരുന്ന സ്വർണം ഈ നിലയ്ക്ക് 1,43,000 മാറിയിരിക്കുന്നത്. പലപ്പോഴായിട്ട് സ്വർണം 400 രൂപ, 500 രൂപ, 600 രൂപ ഇങ്ങനെയൊക്കെ കൂടാറുണ്ടെങ്കിലും ഇന്നത്തെ ഒരു വർധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9,416 രൂപ ഒറ്റ ദിവസം കൊണ്ട് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചില്ലറക്കാര്യമല്ല അത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതെന്തായാലും ഡോളറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അമേരിക്കൻ ഡോളറിലേക്കുള്ള വിശ്വസ്തത അത് നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഈ രീതിയിലേക്ക് സ്വർണത്തിൻ്റെ വില ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും കൺസേൺ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യമേ ട്രംപ് ലക്ഷ്യം വെച്ചിരുന്നത് ബ്രിക്സ് രാജ്യങ്ങളെയാണ്. ഈ ബ്രിക്സ് രാജ്യങ്ങളാണ് ആദ്യമേ ഈ ഒരു കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ചർച്ചകൾ തുടങ്ങുകയും അതിനെ തുടർന്ന് ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലുള്ള രാജ്യങ്ങൾക്ക് തന്നെ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു താരതമ്യേന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾക്ക് ഗോൾഡിനെ ഒരു കോമൺ ഫാക്ടറായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് കറൻസി മൂല്യം നിർണ്ണയിച്ച് നമുക്കൊരു പുതിയ കറൻസി ഇറക്കാം എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പശ്ചാത്തലത്തിൽ സ്വർണം ഓക്കെയാണ്, പക്ഷെ കറൻസി ഇപ്പം നിലവിൽ വേണ്ട. കാരണം അമേരിക്ക വല്ലാത്ത രീതിയിലുള്ള പ്രഷർ, സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് ഇന്ത്യയാണ് ആദ്യം സ്വാധീനിച്ചത്. അങ്ങനെ ഓരോ രാജ്യങ്ങളുമായിട്ടും അവർ വാണിംഗ് ഒക്കെ കൊടുത്ത് താരിഫൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള പ്രഷർ പോളിസിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഏത് വിധേനയും ബ്രിക്സ് കറൻസി പുറത്തു വരാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇങ്ങനെ കുറേ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുമായിട്ട് ഇടപാട് നടത്തുന്ന അതേ സാഹചര്യത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും ഇടപാട് നടത്തിക്കൊണ്ട് വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു ചേരിയിലുമില്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ അമേരിക്കൻ ചേരിയിലായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് വേറെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പൊതുവിൽ ഇപ്പം റീസെൻ്റ് ആയിട്ടുണ്ടായ ഡെവലപ്മെന്റിന് കാനഡ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർനെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യക്ക് മേളിൽ ചുമത്തിയ 50% താരിഫ്. അതിനെ തുടർന്ന് ഇന്ത്യ നെഗോസിയേഷന് തയ്യാറാവാതെ ഇന്ത്യ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ചർച്ചയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്കയുടെ ധാരണകളെ തെറ്റിച്ചുകൊണ്ട് ഷാങ്ഹായ് കോർപ്പറേഷനിൽ ചൈനയുമായിട്ട് പോയി കൈകോർത്തതാണ്. ഈ ചൈനയുമായിട്ട് പോയി കൈകോർത്ത വിഷയത്തിനെ പലരും ഇന്ത്യക്ക് തിരിച്ചടിയാണ് എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള വാർത്തകൾ ഇവിടെ അടിച്ചിറക്കേണ്ടായി. പക്ഷേ വളരെ പ്രിസൈസ് ആയിട്ടാണ് ഇന്ത്യൻ ഡിപ്ലോമസി അവിടെ പ്ലേ ചെയ്തത്. അതിൻ്റെ പ്രത്യാഘാതമാണ് ഇന്ന് അമേരിക്ക അനുഭവിക്കുന്നത്. ഇന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. എനിവേ, സ്വർണത്തിൻ്റെ വില കൂടിയത് കൊണ്ട് ഇപ്പം സ്വർണം കൊണ്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതൊരു സൈഡിൽ നിൽക്കട്ടെ. സ്വർണ്ണമില്ലെങ്കിലും നമുക്ക് ആഹാരം മേടിക്കാനുള്ള പൈസ മതിയല്ലോ. ഈ സ്വർണം മാർക്കറ്റിൽ നിർണായകമായിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോളറിനെ തകർക്കാൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അല്ല ഈ പ്രവൃത്തിയിലേക്ക് ആൾക്കാർ ഇറങ്ങിയത്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണിച്ചു വെക്കുന്ന കുറേ തെറ്റായ നയങ്ങളുടെ പരിണിത ഫലമാണ് ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ ഉയർന്നു പോകുന്നത്. കാരണം ഇൻവെസ്റ്റേഴ്സിന് ഡോളറിൽ വിശ്വാസമില്ല. ഡോളറിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഇമാതിരിയുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നത്. ഈ ഒറ്റ ദിവസം കൊണ്ട് വിലക്കയറ്റം ഉണ്ടാകാനുള്ള കാരണം വേറെ ഒന്നല്ല, തുടരെ നടന്ന സംഭവങ്ങൾ, ഗ്ലോബൽ ഇവന്റ്. യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ വന്ന് ഇന്ത്യയുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുക, അത് കഴിഞ്ഞാൽ മാർക്ക് കർനെ ചൈന വിസിറ്റ് നടത്തിയത്, അതിനെ തുടർന്ന് ഇന്നലെ കീർ സ്റ്റാർമർ ചൈന വിസിറ്റ് നടത്തിയത്. ഇതാണ് ആഗോളതലത്തിൽ സ്വർണ്ണവില ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതായത് ഇത്രയും നാളും അമേരിക്കൻ ചേരിയിൽ മാത്രം നിന്നിരുന്ന രാജ്യങ്ങൾ ഇന്ന് അമേരിക്കയുടെ നയം, അമേരിക്കയ്ക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ബ്രിട്ടനെ ഗ്രേറ്റ് ആക്കണം, എനിക്ക് കാനഡയെ ഗ്രേറ്റ് ആക്കണം, എനിക്ക് ഇന്ത്യയെ ഗ്രേറ്റ് ആക്കണം, എനിക്ക് യൂറോപ്പിനെ ഗ്രേറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരവർക്ക് വേണ്ട രീതിയിൽ ചിന്തിച്ച് തുടങ്ങി, പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റെ ഫലമാണ് ഈ രീതിയിൽ US-നെതിരെ തിരിഞ്ഞിരിക്കുന്നത്. US-നെതിരെ തിരിഞ്ഞിരിക്കുന്നത് തന്നെ പറയേണ്ടി വരും. പലരും US ഭയങ്കരമായിട്ടുള്ള ശക്തിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയും. അതെല്ലാം ആയിക്കോട്ടെ, പക്ഷേ സാമ്പത്തികം എന്നുള്ളത് US-നെ പോലെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് യുദ്ധം നടത്തി കൊണ്ടുവരുന്നതല്ലോ, അത് കൊള്ളയാണ്.
അമ്മാതിരിപ്പെട്ട രീതിയിൽ ഇപ്പോൾ കൊള്ളയടിക്കാൻ ട്രംപ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളുമായിട്ടും. പക്ഷേ ഒന്നും തന്നെ സക്സസ്ഫുള്ളി അങ്ങ് നടക്കുന്നില്ല. സിറിയയിലാണെങ്കിൽ ഉദ്ദേശിച്ചതുപോലെ അവിടെ കാര്യങ്ങൾ നടത്താൻ പറ്റിയില്ല അമേരിക്കയ്ക്ക്. ഇപ്പോൾ ഇറാന്റെ മുന്നിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 15-20 ദിവസമായി. ഇതുവരെ ഇറാനിലേക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പഴയ പ്രതിഷേധം, ജനങ്ങളെ തൂക്കിക്കൊല്ലുക, ഇതെല്ലാം പോയി. ഇപ്പം വീണ്ടും ആണവായുധം നിങ്ങളുടെ പക്കലുണ്ട് എന്നുള്ള ഒരു ക്ലെയിമിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ട്രംപിന്റെ സെയിം സ്റ്റേറ്റ്മെന്റിനെ തന്നെ ഗണ്ണിക്കുന്നതാണ് പുതിയ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ 12 ദിവസത്തെ യുദ്ധം ഇറാനുമായിട്ട്, അതിന്റെ അവസാനത്തെ ദിവസം B-2 ബോംബറുമായിട്ട് പോയിട്ട് 3 ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസിൽ അമേരിക്ക ആക്രമണം നടത്തി. ഇനി ഇറാന്റെ പക്കൽ ആണവായുധ ശേഖരങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട എൻറിച്ച്ഡ് യുറേനിയമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ ആവർത്തിച്ച് ലോകരാജ്യങ്ങളെല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് വിളിച്ച് പറഞ്ഞ നാളുകളായിരുന്നു അത്. അന്ന് ട്രംപ് മാത്രമല്ല, ട്രംപിനെ സൈഡിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയുടെ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ, അതുപോലെ തന്നെ പീറ്റർ ഹെഗ്സെറ്റ്, അവരുടെ വാർ സെക്രട്ടറി, അവരെല്ലാം തന്നെ ഘോര ആ ഓപ്പറേഷനെ കുറിച്ച് ഭയങ്കരമായിട്ട് എലോബറേറ്റ് ചെയ്ത് സംസാരിച്ച ആൾക്കാരാണ്. അതായത് അവർ കൺവിൻസ് ചെയ്യാണ് ലോകത്തിനെ. അങ്ങനെ കൺവിൻസ് ചെയ്തിട്ട് ഇന്ന് പറയാണ് ഇറാന്റെ ഉള്ളിൽ ആണവായുധമുണ്ട്. ഞാൻ പുടിനുമായിട്ട് സംസാരിച്ചു, പക്ഷേ പുടിൻ പറഞ്ഞു ഇറാന്റെ പക്കൽ ആണവായുധം ഇല്ല എന്ന്. പക്ഷേ സ്റ്റിൽ വി ഹാവ് ഡൗട്ട്. അവരുടെ ഒരു നിഗമനം ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ട് എന്നാണ്. അതായത് മറ്റൊരു മാർഗവും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആണവായുധത്തിന്റെ പേരിലെങ്കിലും ഇറാന്റെ മേളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അമേരിക്ക അപ്പം മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. ഞാൻ പറയുന്നത്, അടിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ എല്ലാ സകല സംവിധാനങ്ങളും കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. 3-4 എയർക്രാഫ്റ്റ് ഫ്ലീറ്റുകൾ ഇറാനെ ചുറ്റിപ്പറ്റി കിടപ്പുണ്ട്. റെഡ് സീലെല്ലാം കൃത്യമായിട്ടുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജോർദാന്റെ ബേസ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ ഖത്തറിന്റെ അലുദൈദ് എയർ ബേസിൽ കംപ്ലീറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അടിക്കണമെങ്കിൽ അടിക്കണമെന്നേ, അല്ലാതെ ഇപ്പം അടിക്കും, അല്ലെ ഇപ്പം അടിക്കും, ഇച്ചിരി കഴിഞ്ഞ് അടിക്കും എന്നുള്ള രീതിയിലല്ല യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടത്. ഇറാൻ ആണെങ്കിൽ അവരുടെ ഷാഹിദ് എന്ന് പറഞ്ഞുള്ള ഒരു സ്പെഷ്യൽ ഡ്രോൺ, അതുമായിട്ട് ബന്ധപ്പെട്ട AI വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അവർ കംപ്ലീറ്റ് AI വീഡിയോ ആണ്. ഇറാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ 12 ദിവസത്തെ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. ഇസ്രായേൽ കൃത്യമായിട്ട് ഇറാന്റെ എയർ സ്പേസിൽ വന്ന് അവരുടെ ഓരോ സ്ഥലങ്ങളും, ഓരോ IRGCയുടെ ഓരോ ഓഫീസുകളും ഹെഡ്ക്വാർട്ടേഴ്സുകളും കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തിയ സമയത്ത് ഇറാൻ എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? ഇറാൻ ജസ്റ്റ് വേൾഡ് മാപ്പ് എടുത്തിട്ട് അതിൽ കറക്റ്റായിട്ട് ഒരു ഡോട്ട് വെച്ചിട്ട് മിസൈൽ അങ്ങ് വിടുക. ഇതാണ് അവരുടെ പക്കലുള്ള ഒരു ടെക്നോളജി. ഇറാന് മിസൈൽ വിടാനേ കഴിയുള്ളൂ, അതിലുപരി അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു 6 മാസത്തിന് മുമ്പ് അവർ തെളിയിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിലുപരിയായിട്ട് ഇപ്പോൾ AI വീഡിയോസൊക്കെ അവർ കൂടുതലായിട്ട് പുറത്തിറക്കുന്നുണ്ട്. അതിലൊന്നും വലുതായിട്ട് ഇംപ്രസീവായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. ഷാഹിദ് ബഹാരി എന്ന് പറഞ്ഞ ഒരു ഡ്രോണാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ആ ഒറ്റ ഡ്രോൺ മതി നിങ്ങളുടെ അബ്രഹാം ലിങ്കനും കംപ്ലീറ്റ് റൂസ്വെൽറ്റും എല്ലാം അടിച്ചങ്ങ് തകർക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ AI വീഡിയോയിലേ പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും ഇത് പ്രാക്ടിക്കൽ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. സ്കോട്ട് ബെസന്റ് ആണെങ്കിൽ യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾക്ക് മേളിലൊക്കെ താരിഫ് ചുമത്തിയത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഞങ്ങളെ ഒരു രീതിയിൽ മൈൻഡ് ചെയ്യാണ്ട് സ്വയമേ ഇന്ത്യയോടൊപ്പം പോയിട്ട് കരാർ ഒപ്പിട്ടിട്ട് വന്നിരിക്കുകയാണ്. UK പോലത്തെ, കാനഡയെ പോലത്തെ രാജ്യങ്ങളൊക്കെ ചൈനയുടെ അടുത്ത് പോയിട്ട് വരികയാണ്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വ്യാപാര ബന്ധത്തിനും ഡീലിന് വേണ്ടിയിട്ട് മാത്രമാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഒരു സറണ്ടർ ആണോ എന്നുള്ള രീതിയിലുള്ള മോക്കിംഗ് സ്റ്റേറ്റ്മെന്റുകളാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ചും അതേപോലെ ഈ അമേരിക്കയ്ക്കെതിരെ നിലപാടെടുത്ത് ചൈനയെ വിസിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയുടെ ഉള്ളിൽ നിന്നും സ്കോട്ട് ബെസന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പക്കൽ നിന്നും വരുന്ന നെറേറ്റീവ്സ് ആണിത്. ആ നെറേറ്റീവാണ് അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. സ്വർണത്തിന്റെ ഈ ഒരു കുതിച്ചുചാട്ടം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും അമേരിക്കയിൽ സ്വർണ്ണശേഖരം വെച്ചിരിക്കുന്ന പല രാജ്യങ്ങളും ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞു നമ്മളുടെ സ്വർണം നമ്മൾ തിരിച്ചെടുക്കണം. ജർമ്മനി ആണെങ്കിൽ ഏതാണ്ട് 1200 ടണ്ണിലധികം സ്വർണം അമേരിക്കയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിഡ്രോവൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജർമ്മനിക്ക് അത് വിഡ്രോ ചെയ്യാനുള്ള താല്പര്യമാണുള്ളത്. ഘട്ടം ഘട്ടമായിട്ട് അവർ ആ സ്വർണം തിരികെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കും? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സ്വർണ്ണ വില ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയർന്നു പോയി കഴിഞ്ഞാൽ ഡോളറിന് മൂല്യത്തകർച്ച ഉണ്ടാവും. ഈ ഡോളറിന്റെ മൂല്യത്തകർച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ കറൻസി എടുത്തുകൊണ്ട് അവിടെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ആഗോള തരത്തിലുള്ള മാർക്കറ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഡോളറിന്റെ മൂല്യത്തകർച്ച മസ്റ്റാണ്, കാരണം ഗോൾഡ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഡോളറിന്റെ മൂല്യം തകരും എന്ന് വന്നു കഴിഞ്ഞാൽ ഡോളറിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക സകല തന്ത്രങ്ങളും ഇറക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ സകല തന്ത്രങ്ങളും ഇറക്കും എന്ന് പറഞ്ഞാൽ അവർ പിന്നെയുള്ള അവരുടെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഒറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ. അവരുടെ കയ്യിലുള്ള സ്വർണ്ണശേഖരം ബൾക്കായിട്ട് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അവർ സ്വർണ്ണശേഖരം കൃത്യമായി റിലീസ് ചെയ്ത് അതിന് തക്കതായിട്ടുള്ള ഡോളർ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഡോളറിനെ പിടിച്ചു നിർത്താൻ അത് സഹായകരമാകും. പക്ഷെ ആ സാഹചര്യത്തിൽ ഇവിടെ
മറ്റുള്ള ആഗോളതരത്തിൽ ഈ സ്വർണ്ണപ്പണയം എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഗോൾഡ് ലോൺ, അതൊരു വലിയ സംഭവമാണ്. ഇന്ത്യക്കുള്ളിലായിക്കോട്ടെ, അത് ആഗോളതരത്തിൽ തന്നെ ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. പല ഇന്റർനാഷണൽ ബാങ്കുകൾ വരെ ഈ ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് സ്വർണം പണയം വെക്കുമ്പോൾ അതിന് കൊടുക്കുന്ന മൂല്യം എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന മൂല്യമായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സ്വർണ്ണ വിലയെ ഇടിച്ചു താഴ്ത്താം, ഡോളറിന്റെ മൂല്യം ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഗോൾഡ് റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ബാങ്കുകൾക്കൊക്കെ പണി കിട്ടും. ഇത് ഞാൻ രണ്ടാമത്തെ വീഡിയോയിലാണ് ഇത് പറയുന്നത്. പണി കിട്ടും. അപ്പം നിലവിൽ ഇന്ത്യൻ ഗവൺമെന്റ് അതുപോലെ തന്നെ RBI ഈ ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രഖ്യാപിക്കണം. അതായത് ഈ ഗോൾഡ് പ്രൈസ് ഒന്ന് സ്റ്റേബിൾ ആകുന്നത് വരെ. നമുക്കറിയാലോ, ഇതിന് താഴെ പോവില്ല. കുറെ കാലം കൊണ്ട് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥ ഒരു തരത്തിൽ നോർമൽ ആയിട്ടുണ്ട്. പല രാജ്യങ്ങൾക്കും ഇടയിൽ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്. ജിയോ പൊളിറ്റിക്സിൽ അത്ര ഗുരുതരമായ വിഷയങ്ങളില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോഴത്തേക്ക് നമുക്കിതിന് കൃത്യമായിട്ടുള്ള വില നിർണ്ണയിക്കാൻ കഴിയും. നിലവിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് പണയത്തിന് എടുത്തിട്ട് എത്ര രൂപ കൊടുക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്ന് 1,43,000 രൂപയാണ് ഒരു പവൻ വിലയാണെന്നുണ്ടെങ്കിൽ ഒരു പവൻ സ്വർണം കൊണ്ടുവരുന്ന ആൾക്ക് 1,40,000 അല്ലെങ്കിൽ 1,30,000 തന്നെ കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ അമേരിക്ക ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്ത് ഡോളർ നിക്ഷേപം കൂട്ടിക്കൊണ്ട് സ്വർണത്തിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ സ്വർണ്ണപ്പണയം എടുത്ത ആൾക്കാർക്കെല്ലാം പണി കിട്ടും. അത് വലിയ രീതിയിൽ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും. പല സ്വർണ്ണപ്പണയം എടുത്ത കമ്പനികളും പൂട്ടിക്കെട്ടേണ്ടി വരും. പല ബാങ്കുകൾക്കും വൻതോതിൽ നഷ്ടമുണ്ടാവും. ഇത് തീർച്ചയായിട്ടും ഒരു എക്കണോമിസ്റ്റിന് നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ്. ഇന്നത്തെ ഒരു വില നിലവാരം വെച്ചിട്ട് സ്വർണ്ണം പണയത്തിന് എടുക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള തുക കൊടുക്കരുത്. അതിനെ ഒരു നിശ്ചിത പരിധി സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ക്രൈസിസ് വന്നാലും പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇമാതിരിയുള്ള ഒരു വിലക്കയറ്റം നമ്മൾ ചരിത്രത്തിലുടനീളം കണ്ടിട്ടില്ല. സ്വർണം പ്രാചീന കാലം മുതലേ ഒരു ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്, ഇല്ലാന്നില്ല. പക്ഷേ അതിൻ്റെ ഇമാതിരിയുള്ള വിലക്കയറ്റം ഇത് വല്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കുന്നതും ഭീതിപ്പെടുത്തുന്ന ഒന്നുമാണ്. അത് നമ്മൾ ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ചൈനയുമായിട്ട് പോയി ഷേക്ക് ഹാൻഡ് കൊടുത്തതിന് തുടക്കം കുറിച്ചത് നരേന്ദ്രമോദിയാണ്. അതിനെ തുടർന്നാണ് ഇതിപ്പം ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് പോയത്. അത് കഴിഞ്ഞ് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണെ പോയത്. ഇതിപ്പോൾ അടുത്ത് UK പ്രസിഡന്റ് പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ജർമ്മനിയും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തുടരെയുള്ള ചൈന വിസിറ്റ് അമേരിക്കയ്ക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ്. അതിന് തുടക്കം കുറിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് മുകളിൽ അനാവശ്യമായിട്ട് ചുമത്തിയ പിനറ്റീവ് താരിഫാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സെൽഫ് റിലയൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ നിലവിലെ ഒരു അവസ്ഥ, അതായത് യൂറോപ്പ് അവരുടെ ഇന്റലിജൻസ് വിവരങ്ങളായിക്കോട്ടെ, അവരുടെ ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് അമേരിക്കയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് അവർക്ക് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് അവർ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എൻക്രിപ്റ്റഡ് ബാൻഡ് വിത്ത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതൊരു സൈഡിൽ നിൽക്കെ ഇസ്രായേൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചത്. അതായത് ഇന്ത്യയുമായിട്ട് ഫ്യൂച്ചറിൽ ചേർന്ന് പ്രവർത്തിക്കാനും അവിടെ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും ഡിഫൻസ് കോർപ്പറേഷൻ അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ വരുന്ന 10 വർഷങ്ങളിൽ അമേരിക്കയിൽ നിന്നും മാറി നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനമെടുത്ത ആക്രമണങ്ങൾ നടത്താനുള്ള ആ ഒരു ശേഷി, ആ ഒരു കപ്പാസിറ്റി ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഫ്യൂച്ചർ വിഷൻ എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെച്ചത്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 12ാമത്തെ ദിവസം വളരെ റൂഡായിട്ട് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞതാണ് ഇറാനെ ഇനി അറ്റാക്ക് ചെയ്യരുത്. അതായത് അറ്റാക്ക് ചെയ്യാൻ പോയ ഫൈറ്റർ ജെറ്റുകളെ വരെ തിരികെ വിളിപ്പിച്ച ആളാണ് ഡൊണാൾഡ് ട്രംപ്. എന്തുകൊണ്ടാണ്? കാരണം ഇസ്രായേൽ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. ഇതാണ് ഒറ്റ കാരണം. ഈ ഒരു ഒറ്റ റീസണാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് ഈ ഡയലോഗ് പറയിപ്പിച്ചത്. വരുന്ന 10 വർഷം കൊണ്ട് സ്വയം പര്യാപ്തത നേടാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതിന് ഒത്ത പങ്കാളിയായി കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസ് മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് $1 ട്രില്യൺ. ഇതൊക്കെ തന്നെയാണ് യൂറോപ്പിനെയും അട്രാക്ട് ചെയ്ത ഒരുപാട് ഘടകങ്ങൾ. ഇന്ത്യയുമായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ഡിഫൻസ് ഡീൽ, ഒരു സെക്യൂരിറ്റി ഡീൽ വെക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇസ്രായേലിന്റെ യുദ്ധത്തിന് ഉടനീളം ഇന്ത്യ എങ്ങനെയാണ് ഒപ്പം നിന്നത് എന്നുള്ളത് വളരെ പ്രകടമാണ്. ഇതൊക്കെയാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യുന്നത്. ഇതിനനുസരിച്ചാണ് ഫോറിൻ മിനിസ്റ്റേഴ്സ് ആയാലും ശരി തന്നെ, അതുപോലെ പല രാജ്യങ്ങളും അവരുടെ സെക്യൂരിറ്റി എങ്ങനെ ഉറപ്പുവരുത്താമെന്ന് തീരുമാനിക്കുമ്പോൾ ഇമാതിരിപ്പെട്ട ഘടകങ്ങളൊക്കെയാണ് എടുത്ത് ഒരു ടൂളായിട്ട് മെഷർ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ മെഷർമെന്റ് ടൂളിൽ ഇന്ത്യക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അത് യൂറോപ്പിലായിക്കോട്ടെ, വെസ്റ്റ് ഏഷ്യയിലായിക്കോട്ടെ, അതുപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടൊപ്പം ആയിക്കോട്ടെ, അതെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ത്യ നിലവിൽ തന്നെ ഒരു വലിയ മാർക്കറ്റാണ്. ഇനി തുടർന്നുള്ള ഒരു 25-30 വർഷങ്ങൾ കൂടി ഈ മാർക്കറ്റ് ഇതേപോലെ നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. അപ്പം ഗോൾഡ് ഇറങ്ങും കയറും, അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട.
തീർച്ചയായിട്ടും ഗോൾഡ് മുകളിലേക്ക് ഉയരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അത്ര എളുപ്പത്തിൽ അവർ ഡോളറിനെ അങ്ങനെ വിട്ടു കൊടുക്കില്ല. ഇനി അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഇനി മെനയാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇറാന്റെ പടിവാതുക്കൽ കൊണ്ട് വാർഷിപ്പുകൾ ഡോക്ക് ചെയ്തിട്ട് അടിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്ത് സംഭവിക്കും നമുക്ക് അറിയത്തില്ല. തീർച്ചയായിട്ടും തുടർന്നുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടുന്ന മുറയ്ക്ക് ഫർദർ വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.